കൂത്താണ്ടവരുടെ മണവാട്ടികൾ കഥ തുടരുകയാണ്. അനശ്വരമായ പ്രണയം പകർന്ന് ഇരാവാനും മോഹിനിയും ആ ചൈത്ര പൗർണമിയുടെ നിലാവിൽ അലിഞ്ഞുചേർന്നു. അവൻ അവൾക്ക് ഉറപ്പ് കൊടുത്തു, ഞാൻ നിന്നിൽ പകർന്നു നൽകിയ ഈശ്വര ചൈതന്യം ഋതുചലനങ്ങൾക്കുമപ്പുറം അത് നിലനിൽക്കും. ചൈത്രമാസത്തിലെ മഹാപൗർണമിയുടെ പിറവിയിൽ നിന്റെ പ്രണയത്തിൽ അലിയുവാൻ മോഹിനിയായ നിന്റെ മുന്നിൽ ഞാൻ എത്തും. രാത്രിയുടെ താളത്തിൽ ഇരാവനും മോഹിനിയും ചൈത്ര പൗർണമിയുടെ നിലാവിൽ ചെമ്പക പൂമരങ്ങളായി പൂത്തുലഞ്ഞു. 7:30 വെളുപ്പിൻ്റെ ഇരുളിമയിൽ കാമ്മികവനത്തിലെ കാട്ടുകോഴികൾ അശുഭകരമായി ചിലച്ചുകൊണ്ട് ധർമ്മഭൂമിയിലെ പടകുടീരങ്ങൾക്കരികിലേക്ക് ഓടിയെത്തി. പൗർണമിയുടെ മായക്കാഴ്ചകൾ മറച്ച് കുരുക്ഷേത്രയുടെ ആകാശം കറുത്തിരുണ്ടു. മൗനത്തിലാണ്ട പടകുടീരങ്ങൾക്ക് മേലെ മരണത്തിൻ്റെ മണം നിറഞ്ഞു. പടകുടീരത്തിലെ യാഗാഗ്നി മങ്ങിക്കിടന്നു. കിഴക്ക് പടകുടീരങ്ങൾക്ക് അരികിൽ മഹാകാളിയുടെ വിഗ്രഹത്തിന് മുന്നിലെ കറുത്ത ബലിപീഠത്തിനരികിൽ ഇരാവാൻ എല്ലാം നഷ്ടമായവനെ പോലെ മുട്ടുകുത്തി. ധമ്യ മഹർഷി സരസ്വതീ തീർത്ഥത്തിൽ ഇരാവാനെ ശുദ്ധി വരുത്തി കഴുത്തിൽ പൂമാല ചാർത്തി. പരിമളം നഷ്ടമായ കാട്ടുപൂക്കൾ അവന്റെ കഴുത്തിൽ തൂങ്ങിയാടി. കാട്ടുവിറകുകൾ കത്തിച്ച യാഗാഗ്നിക്ക് മുന്നിൽ ഇരാവാൻ കരുത്തു നഷ്ടമായ ബലിമൃഗമായി. അവൻ അമ്മയെ ഓർത്തു. ഉലൂബിയുടെ ആകുലമായ മുഖം അവനിലേക്ക് ചേർന്ന് നിന്നതുപോലെ തോന്നി. അമ്മ ഉലൂബിയുടെ നനുത്ത വിരലുകൾ അവൻ്റെ മുടിയിഴകളിൽ സാന്ത്വനമായി പരതി നടന്നു. ഇരാവാനെ, എൻ്റെ മകനെ, നിന്റെ ബലി ധർമ്മത്തിന് വേണ്ടിയാണ്, പാണ്ഡവ രാജ്യത്തിന് വേണ്ടി, നിന്റെ പിതാവിന് വേണ്ടി. നിന്റെ കീർത്തി ഹസ്തിനപുരിക്ക് മേലെ ഉയർന്നു നിൽക്കും. നിന്നിൽ ധൈര്യം നിറയ്ക്കൂ. നീ ഉലൂബിയുടെ മകനാണ്. നീ മഹാവീരനായ അർജുനന്റെ പുത്രനാണ്. മന്ത്രങ്ങൾ നിറഞ്ഞ ബലിവേദിക്ക് ചുറ്റും പാണ്ഡവരും രാജാക്കന്മാരും വിവർണമായ മുഖങ്ങളോടെ കാഴ്ചക്കാരായി. അർജുനൻ അഭിമന്യുവിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഇരാവാനെ നോക്കി. നിലാവ് നിറഞ്ഞ അവൻ്റെ മുഖം കെട്ടുപോയിരുന്നു. ഇരാവാൻ തൻ്റെ മകൻ തൻ്റെ വിജയത്തിനായി മരണം വരിക്കുന്നു. നേർത്ത വിറയിൽ അർജുനന്റെ ഹൃദയത്തിലേക്ക് ഊർന്നിറങ്ങി. അർജുനൻ അഭിമന്യുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇരാവാൻ ചുറ്റും നോക്കി. അവൻ്റെ കാഴ്ചയ്ക്ക് മുന്നിൽ മഹാരഥന്മാർ കണ്ണുകളടച്ച് തലകൾ താഴ്ത്തി നിന്നു. മൃദുവായ ഒരു മന്ദഹാസം അവനിൽ വിരിഞ്ഞു. എവിടെ മോഹിനി? തന്നിൽ നിറങ്ങൾ ചാർത്തിയ മുഖം അത് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം അവസാനിച്ചിരിക്കുന്നു. കാട്ടുകമ്പുകൾ കത്തിയുയർന്ന അഗ്നി കറുത്ത പുകയുയർത്തി പൊട്ടിച്ചിതറി.
മുന്നിൽ മഹാകാളിയുടെ രൗദ്രരൂപത്തിലേക്ക് കരുണയോടെ ഇരാവാൻ ഒരു വട്ടം നോക്കി. പിന്നെ നിയതിയുടെ ബലിക്കല്ലിൽ ആ മഹാവീരൻ തല താഴ്ത്തി. കുരുക്ഷേത്ര ഭൂമിക്ക് മേലെ കത്തിജ്വലിച്ചു നിന്നിരുന്ന നിലാവ് മാഞ്ഞുപോയി. മഹാപർവ്വതങ്ങളിൽ നിന്ന് കാറ്റിലുലഞ്ഞെത്തിയ കരിമേഘങ്ങൾ ഇരാവന്റെ രക്തം വീണ് കുതിർന്ന കുരുക്ഷേത്ര ഭൂമിയിൽ നിലാവിന്റെ കണ്ണുനീരായി പെയ്തിറങ്ങി. കാളിക്ക് മുന്നിലെ കറുത്ത ബലിക്കല്ലിൽ മഹാവീരൻ ഇരാവാന്റെ ശിരസ് അറുത്തു മാറി തണുത്തു കിടന്നു. ഉടലിലൂടെ ഒഴുകിയിറങ്ങിയ രക്തം യാഗശാലകളിലെ ദേവാഗ്നികളെ കെടുത്തി ചുവന്നു കലങ്ങിയ പുഴകളായി സരസ്വതിയുടെ തെളിനീരിലേക്ക് നിറഞ്ഞൊഴുകി. ഉറങ്ങിയുണർന്ന പകലിന്റെ നേർത്ത തെളിച്ചത്തിൽ സരസ്വതിയുടെ തണുപ്പിൽ മോഹിനി മുങ്ങി നിവർന്നു. അവളിലെ സുന്ദരമായ ചായക്കൂട്ടുകൾ ഇരാവാന്റെ രക്തം പോലെ സരസ്വതിയിൽ ഒഴുകിപ്പടർന്നു. ഇരാവാനിൽ നഷ്ടമായ ഹൃദയത്തെ തിരിച്ചെടുക്കുവാൻ കഴിയാതെ അവൾ മുഖം പൊത്തിക്കരഞ്ഞു. വർണ്ണങ്ങൾ ഒഴിഞ്ഞുപോയ തന്നെ പോലെ ചൈത്ര പൗർണമിയുടെ നിലാവിൽ പൂത്തുലഞ്ഞ ചെമ്പകമരങ്ങൾ പൂക്കളും ഇലകളും പൊഴിച്ച് മൗനമായി നിൽക്കുന്നത് അവൾ കണ്ടു. ദൈവവും മനുഷ്യനും പ്രണയം നിറച്ച രാത്രി കഴിഞ്ഞുപോയിരിക്കുന്നു. വെളുത്ത ചേലയിൽ നിറം കെട്ട് ഒരു രാവ് കൊണ്ട് വിധവയായ അവൾ ഇരാവിന്റെ ചോര പടർന്ന മണ്ണിൽ ഒട്ടുകുത്തി. തന്റെ പ്രണയത്തെ നഷ്ടപ്പെടുത്തി ധർമ്മം ജയിച്ചു. കുരുക്ഷേത്ര മണ്ണിൽ നിയതിയുടെ നിശ്ചയമായി പൊരിഞ്ഞുപോയ നിലാവിന്റെ മുഖമുള്ള മഹാവീരനെ ഓർത്ത് കൃഷ്ണരൂപം വിട്ടകന്ന മോഹിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മഹാകാളിക്ക് ബലി നൽകപ്പെട്ട ഇരാവാന്റെ ശിരസിന് കൃഷ്ണഭഗവാൻ ജീവനേകി. ഇരാവാന്റെ ആവശ്യപ്രകാരം കുരുക്ഷേത്ര യുദ്ധവും പാണ്ഡവരുടെ വിജയവും കാണുവാൻ അതിനുള്ള ശക്തി കൃഷ്ണൻ ഇരാവന്റെ ശിരസിന് നൽകി. കുരുക്ഷേത്ര മണ്ണിലെ ആ മഹായുദ്ധം ഇരാവൻ കണ്ടു. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമായിരുന്നില്ല. അത് രക്തവും രക്തവും തമ്മിൽ, ഗുരുവും ശിഷ്യനും തമ്മിൽ, ബന്ധവും തമ്മിൽ, സൗഹൃദവും തമ്മിൽ, ആകാശവും ഭൂമിയും തമ്മിൽ, ഇരുളും വെളിച്ചവും തമ്മിൽ, കാറ്റും മഴയും തമ്മിൽ, ദൈവവും തമ്മിൽ. ക്ഷത്രിയ പെരുമയിൽ 18 നാൾ കുരുക്ഷേത്ര യുദ്ധം ഭൂമിയിൽ പടവെട്ടി. കുരുക്ഷേത്ര ഭൂമിയുടെ വരണ്ട മണ്ണിൽ പൊടിക്കാറ്റ് വിതച്ച കുതിരകളും ആനകളും രഥങ്ങളും ദൈവസങ്കല്പങ്ങളായ മഹാരഥന്മാരും മായാവികളും രാക്ഷസന്മാരും വില്ലാളികളും വീരന്മാരും രാജാക്കന്മാരും മനുഷ്യരും മുറിവേറ്റ് പിടഞ്ഞു വീണു. രക്തനിറം ധരിച്ച മണ്ണിൽ സരസ്വതി തീർത്ഥത്തിന് പകരം രക്തമൊഴുകി. ചോര വീണ് നിറം മാറിയ സരസ്വതിയുടെ തെളിനീര് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. രക്തവും ബന്ധവും സൗഹൃദവുമെല്ലാം ശിരസറ്റു വീണ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ പ്രാണന്റെ പിടച്ചിലുകളുടെയും വേദനകളുടെയും വിലാപങ്ങളുടെയും തേങ്ങലുകളുടെയും കണ്ണീരിന്റെയും കാഴ്ചക്കാരനായി മാറി ഇരാവൻ. വെളിച്ചമേകാൻ മടിച്ചു നിന്ന സൂര്യന് താഴെ കത്തിയെരിഞ്ഞ 1000 പടകുടീരങ്ങളും രാജശിബിരങ്ങളും രഥക്കൂടുകളും ചക്രങ്ങളും ധ്വജങ്ങളും വികൃതമായ നിഴലുകൾ തീർത്തു. ആനകൾ, കുതിരകൾ, രാജാക്കന്മാർ, വീരന്മാർ, മനുഷ്യർ മണ്ണിലും ചോരയിലും കുഴഞ്ഞടിഞ്ഞ് ഒരേ നിലത്ത് ചിതറിക്കിടന്നു. കണ്ണും കരളും കൊത്തിപ്പറിച്ച് ആകാശത്തിലേക്ക് ഉയരുന്ന കഴുകന്മാർ താഴെ മരണം വിട്ടു പോകാത്തവരുടെ പ്രാണന്റെ അവസാന തേങ്ങലുകളും നേർത്തില്ലാതാകുന്നതും നോക്കി നിന്നു.
ഹസ്തിനപുരിയുടെ വർണ്ണക്കൊട്ടാരങ്ങളിൽ വിജയഭേരികൾ ഉണ്ടായില്ല. സിന്ദൂരം മാഞ്ഞ വിധവകളും മക്കളെ നഷ്ടമായ അമ്മമാരും പിതാക്കന്മാർ നഷ്ടമായ മക്കളും ദൈവങ്ങളെ പഴിച്ചും ശപിച്ചും ആർത്തലച്ചു. ധർമ്മയുദ്ധം ജയിച്ച പാണ്ഡവർ എല്ലാം നഷ്ടമായ മനുഷ്യരായി ഹസ്തിനപുരിയുടെ രാജപാതയിലൂടെ നിശബ്ദരായി കൊട്ടാരക്കെട്ടുകളിലേക്ക് സാവധാനം നീങ്ങി. ഇതെല്ലാം കണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അവസാനം ഇരാവൻ തനിച്ചായി. എല്ലാവരും യുദ്ധരംഗം വിട്ട് അവരവരുടെ ലാവണങ്ങളിലേക്ക് യാത്രയായി. കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക.